സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാഡമി. പഴയൊരു ചരിത്രം പറഞ്ഞു തുടങ്ങാം. വളരെ പഴയതല്ല, കഴിഞ്ഞ ഖത്തർ ലോകകപ്പിലേത്. ആദ്യത്തെ മത്സരത്തിൽ കോസ്റ്റാറിക്കയ്ക്കെതിരെ 7 ഗോൾ മാർജിനിൽ ഒരു ജയം. രണ്ടാമത്തെ മത്സരത്തിൽ ജർമ്മനിയോട് സമനില. മൂന്നാമത്തെ മത്സരത്തിൽ ജപ്പാനോട് പരാജയപ്പെടുന്നു. ആദ്യ മത്സരത്തിൽ അടിച്ചുകൂട്ടിയ ഗോളിൻ്റെ മാത്രം ആനുകൂല്യത്തിൽ പ്രീ ക്വാർട്ടറിലേക്ക്. അവിടെ മൊറോക്കോ ആയിരുന്നു സ്പെയിനിൻ്റെ എതിരാളി. നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈമിലും സമനില. പിന്നീട് ഷൂട്ടൗട്ടിൽ പിഴച്ചു. ആ ലോകകപ്പ് തോൽവിയിൽ എല്ലാവരും പ്രതിക്കൂട്ടിലേക്ക് കയറ്റിയത് പരിശീലകൻ ലൂയിസ് എൻറിക്കെയായിരുന്നു. ഗിഗാൻ പ്രസിംഗിൻ്റെ കാലത്ത് 2-3 നീക്കം കൊണ്ട് ഗോളിലേക്കെത്തുന്ന പ്ലാനിങ്ങിൻ്റെ കാലത്താണ് കാലഹരണപ്പെട്ട ടിക്കി ടാക്കയുമായി എൻറിക് വിശ്വവേദിയിലേക്ക് സ്പെയിനെയും കൊണ്ടുവന്നത്. സാവി ഇനിയസ്റ്റ ജോഡിക്ക് ബദലായി അന്ന് ഗാവി പെട്രി സഖ്യമുണ്ടായിരുന്നെങ്കിലും ഗോളിലേക്ക് തുറക്കാൻ പാകത്തിലൊരു പ്രോപ്പർ ഫിനിഷറുടെ കുറവുണ്ടായിരുന്നു. ഒരു മത്സരത്തിൽ തന്നെ സ്പെയിൻ 1000 പാസ് വരെ തികച്ചിട്ടുണ്ട്. പക്ഷേ ഗോളടിക്കാൻ മറന്നു. ഡാനി ഒൽമോയെ പോലെ വിങ്ങിൽ നന്നായി കയറി ലോങ് റേഞ്ചർ ഉതിർക്കുന്ന താരത്തെ എൻറിക്കെ ഖത്തറിലെത്ര വിശ്വാസത്തിലെടുത്തതുമില്ല. സ്വന്തം സിസ്റ്റത്തിലും ടീമിലും അമിതമായി വിശ്വസിച്ച എൻറിക്കെ എതിരാളികളുടെ ശക്തിയും ദൗർബല്യവും ശ്രദ്ധിക്കാതെ പോയി. അത് കഴിഞ്ഞ കാലം. അതിനുശേഷം സ്പെയിൻ വീണ്ടും ഒരു ഉയർപ്പിലേക്കാണ്. ടിക്കി ടാക്ക പൂർണ്ണമായും ഒഴിവാക്കാതെ എന്നാൽ പൊസിഷനും പ്രസിംഗും കൂടെ ശ്രദ്ധിച്ച സ്പെയിൻ 2024 യൂറോ തൂക്കി. ഇനി ലോകകപ്പിലേക്ക് ലൂയിസ് ഡെല്ല ഫ്യൂവൻ്റെയുടെ ടീം ഏറ്റവും ഫേവററ്റുകളായാണ് വരുന്നത്. കഴിഞ്ഞ ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിൽ തന്നെ പുറത്തായ ശേഷം എൻറിക്കെ ബാഴ്സ താരങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകിയതെന്ന ആക്ഷേപം ഒരുപാട് കേട്ടിരുന്നു. എന്നാൽ ഇവിടെ നോക്കൂ, ഇതാദ്യമായി ഒരു റയൽ മാഡ്രിഡ് താരം പോലും ഇല്ലാതെയാണ് സ്പെയിൻ ലോകകപ്പിലേക്ക് എത്തുന്നത്. പതിവ് പോലെ ബാഴ്സലോണ നിറഞ്ഞു നിൽക്കുന്നുണ്ട് സ്പെയിനിൽ. 8 താരങ്ങൾ. കാറ്റലോണിയ, മാഡ്രിഡ് എന്നീ ദേശത്തെ ചുറ്റിപ്പറ്റിയാണ് സ്പെയിൻ നിൽക്കുന്നത്. സ്വാഭാവികമായും ഏതെങ്കിലും ഒരു ദേശത്തിന് പ്രാമുഖ്യം നൽകുമ്പോൾ വിമർശനങ്ങളും വരുമെന്നുറപ്പ്. പക്ഷേ ലൂയി ഡെല്ല ഫ്യൂവൻ്റെ ഇതിലൊന്നിലും പെടില്ല. ബാസ്ക് എന്നൊരു മറ്റൊരു പ്രവിശ്യക്കാരനാണ് അദ്ദേഹം. പ്രദേശം നോക്കിയല്ല, താരങ്ങളെ നോക്കിയാണ് താൻ ടീമിനെ തിരഞ്ഞെടുത്തതെന്ന് കോച്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതിനുമപ്പുറം ഈ ടീമിലെ ഓരോ താരങ്ങളുമായും അദ്ദേഹത്തിന് മറ്റൊരു ബന്ധമുണ്ട്. ഈ സ്ക്വാഡിലെ മിക്ക താരങ്ങളെയും യൂത്ത് സിസ്റ്റം മുതൽ പരിശീലിപ്പിക്കുന്നുണ്ട് ലൂയി ഡെല്ല ഫ്യൂവൻ്റെ. പെഡ്രി, റോഡ്രി, ഫാബിയൻ റൂയിസ്, കുക്കുറേയ, ഗോളി ഉനായ് സൈമൺ അടക്കം ഏറെക്കുറെ പകുതിയിലേറെ താരങ്ങളുടെ പ്ലസും മൈനസും ചെറുപ്പം തൊട്ടേ അറിയാം കോച്ചിന്. 4-3-3 ഫോർമേഷനിലാണ് സ്പെയിൻ ഇറങ്ങാൻ പോകുന്നത്. ഡേവിഡ് റായയും ഉനായ് സൈമണും യുവാൻ ഗാർസിയും. ഇത്രയും ഗംഭീര ഗോൾ കീപ്പർമാരുള്ള സ്ക്വാഡ് വേറെ കാണില്ല. റായ പിഗ് ഫോമിലാണ്. പ്രീമിയർ ലീഗിലെ ബെസ്റ്റ് കീപ്പർക്ക് പക്ഷേ ദേശീയ ടീമിൽ ഫസ്റ്റ് 11-ൽ ചാൻസ് ഉറപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. ഉനായ് സൈമോണെ തന്നെയാകും ഡെല്ല ഫ്യൂവൻ്റെ ഇവിടെ വിശ്വാസത്തിലെടുക്കുക. പൗ കുബാർസിയും മാർക്ക് ബുബിലും എക്സ്പീരിയൻസ് ആയ ഐമറിക് ലപ്പോട്ടയും എറിക് ഗാർസിയയും അടക്കം സെൻട്രൽ ഡിഫൻസ് സെറ്റാണ്. ഫുൾ ബാക്ക് പൊസിഷനിലും ഡെല്ല ഫ്യൂവൻ്റെക്ക് ധാരാളിത്തം ഏറെയുണ്ട്. ലെഫ്റ്റ് വിങ്ങിൽ കുക്കുറയെ തന്നെയാണ് ഫസ്റ്റ് ചോയ്സ്. കഴിഞ്ഞ യൂറോയിലും കളിച്ചതാണ് അദ്ദേഹം. ഫൈനലിൽ ഒരു അസിസ്റ്റും പേരിലുണ്ട്. ഫ്രണ്ടിൽ നിക്കോ വില്യംസിന് നന്നായി ഹെൽപ്പ് ചെയ്യുന്ന താരമാകും കുക്കുറയ. ഗ്രിമാൽഡോ അടക്കം നല്ല പാസിംഗ് എബിലിറ്റിയുള്ള താരങ്ങൾ അവിടെ സബ്ബായി ഉണ്ട്. റൈറ്റ് വിങ്ങിലേക്ക് നോക്കുമ്പോൾ അവിടെ മാർക്കോ ലൊറൻ്റെയും പെഡ്രോ പോറോയും. ക്വാളിഫയിങ് മത്സരത്തിലടക്കം കൂടുതൽ പ്ലേയിങ് ടൈം ലഭിച്ച താരം കൂടിയായ പെഡ്രോ പോറോയെ തന്നെയാകും കോച്ച് ഫസ്റ്റ് 11-ൽ പരിഗണിക്കാൻ സാധ്യത. പെഡ്രി, ഗാവി, ഫാബിയൻ റൂയിസ്, ഡാനി അൽമോ, മൈക്കൽ മൊറീനോ, സുബിമെൻഡി, റോഡ്രി. മിഡിൽ നിന്ന് ആരെ തിരഞ്ഞെടുക്കുമെന്നാണ് കൺഫ്യൂഷൻ. ഫാബിയൻ റൂയിസും റോഡ്രിയും പെഡ്രിയുമാകും ഫസ്റ്റ് ചോയ്സ്. വിംഗർമാരായി നിക്കോ വില്യംസും ലമീൻ യമാലും. ഈ കോമ്പിനേഷൻ ഒരിക്കൽ കൂടി ക്ലിക്കായാൽ ഏത് കൊടികെട്ടിയ ഡിഫൻസ് ആയാലും പൊളിയും. പക്ഷേ യമാലിനൊരു ഇഞ്ചുറി കൺസേൺ ഉണ്ട്. യമാൽ ആദ്യ 11-ൽ ഇഞ്ചുറി കാരണം കളിക്കാതിരിക്കുകയാണെങ്കിൽ അവിടെ എറമി പിനോയും വരും. നിക്കോയ്ക്ക് പകരം സബായി, അലക്സ് ബയാനയുമുണ്ട്. ഫെറാൻ ടോറസും മിക്കൽ ഒയർസബാലും സെൽറ്റ വിഗോയുടെ ബോർഹയും സെൻട്രൽ സ്ട്രൈക്കർമാരായി ഉണ്ടാകും. അല്പമെങ്കിലും ആശങ്കയുള്ളത് സ്പെയിന് അവിടെ തന്നെയാണ്. മികച്ചൊരു നമ്പർ 9-ന്റെ അഭാവം സ്പെയിനുണ്ട്. റൗൾ ഗോൺസാലസും ഫെർണാണ്ടോ ടോറസും ഡേവിഡ് വില്ലയും അടക്കമുള്ള അർദ്ധാവസരങ്ങൾ മുതലാക്കുന്ന താരങ്ങളുടെ അഭാവം. എങ്കിലും ഇത്തവണ ഒയർസബാൽ ഒരു പരിധിവരെ ആ പരാതി തീർക്കുമെന്നാണ് ആരാധകർ കരുതുന്നത്. ഒരിക്കലും അർഹിച്ച കയ്യടികൾ കിട്ടാത്ത താരമാണ് ഒയർസബാൽ. ഇടക്കാലത്ത് മൊറാട്ടയ്ക്ക് ലഭിച്ചതിൻ്റെ പകുതി പരിഗണന പോലും ലഭിച്ചിട്ടില്ല ഒയർസബാലിനെ. പക്ഷേ യൂറോ ഫൈനലിലും നേഷൻസ് ലീഗ് ഫൈനലിലുമെല്ലാം ഗോളടിച്ചിട്ടുണ്ട് അയാൾ. സ്പെയിനിൻ്റെ അണ്ടർ റേറ്റഡ് താരങ്ങളിൽ ഒരാൾ. ഇത്തവണ അർഹിച്ച പരിഗണന ഒയർസബാലിന് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സ്പെയിൻ എത്ര ദൂരം മുന്നോട്ട് പോകുന്നുവോ അത്രയും മുന്നിലുണ്ടാകും ടോപ്പ് സ്കോറർമാരുടെ ലിസ്റ്റിൽ ഒയർസബാലിൻ്റെ പേരും. അപ്പോഴും ചെറിയൊരു ആശങ്കയുടെ കാര്യം പറയട്ടെ. 2010 ലോകകപ്പിൽ ഇനിയസ്റ്റയുടെ ഗോളിൽ ഡച്ച് പടയെ തകർത്ത്
കിരീടം ചൂടിയ ശേഷം പിന്നീട് നടന്ന എഡിഷനുകളിലൊന്നും ക്ലച്ച് പിടിക്കാൻ പറ്റിയിട്ടില്ല സ്പെയിന്. 2014 ബ്രസീൽ ലോകകപ്പിൽ ഗ്രൂപ്പ് റൗണ്ടിൽ തന്നെ പുറത്തായി. 2018 റഷ്യൻ ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിൽ തോറ്റു പുറത്തായി. പോർച്ചുഗലും മൊറോക്കോയും ഇറാനും അടക്കമുള്ള ഗ്രൂപ്പിൽ നിന്ന് ചാമ്പ്യന്മാരായെങ്കിലും പ്രീ ക്വാർട്ടറിൽ ആതിഥേയരോട് പെനൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെട്ടു സ്പെയിൻ അന്ന്. 2022 ഖത്തർ ലോകകപ്പിലും പ്രീ ക്വാർട്ടറിൽ പരാജയപ്പെട്ടു മടങ്ങി സ്പെയിൻ. 2010 ലോകകപ്പിന് ശേഷം പ്രീ ക്വാർട്ടറിനപ്പുറം കടക്കാൻ ടീമിനായിട്ടില്ല. അവിടെ നിന്നാണ് ഇത്തവണ കിരീടം മോഹിച്ചെത്തുന്നത്. അതിനുള്ള ടീം അവർക്കുണ്ട്. കാത്തിരിക്കാം ചുവന്ന കരങ്ങളോടെ സ്പെയിൻ തൂക്കുമോ എന്ന്.